ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗെയിൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 21ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഷെയർ മാർക്കറ്റിനെ പറ്റിയും അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും അതിനുശേഷം ട്രേഡിങ്ങിനെ പറ്റിയും ഇതിൽ തന്നെ ട്രേഡിങ്ങിൽ തന്നെ ഇൻട്രാഡേനെ പറ്റിയും ഇൻട്രാഡേയിൽ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കുറേ ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. സോ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നല്ല, ഒരു 1-2 സ്ട്രാറ്റജീസ്, നമ്മുടെ മെയിൻ സംഭവങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആയാലും പാറ്റേൺസ് ആയാലും എല്ലാം കണക്ട് ചെയ്യുന്നത് CPR ആയിട്ടായിരിക്കും. ആ CPRൻ്റെ സീരീസ് വരുമ്പോഴാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സകലമാന സ്ട്രാറ്റജീസും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, എൻ്റെ സ്ട്രാറ്റജീസും എൻ്റെ ടെക്നിക്കും. ഇതിപ്പം യൂഷ്വലി നമ്മളിപ്പം ഒരു ആസ് എ ട്രേഡർ നമുക്കൊരു ടെക്നിക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളൊരു സ്ട്രാറ്റജി പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ കുറേ ടെക്നിക്കൽ അനാലിസിസും കുറേ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരല്ലോ. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടേ നിങ്ങൾക്ക് ഏതൊക്കെ സ്ട്രാറ്റജീസ് അറിയാം പറയാൻ വേണ്ടിയെങ്കിലും, പക്ഷേ ഇത് പറയാൻ വേണ്ടിയല്ല, അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ള മാന്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇൻട്രാഡേയിൽ നമുക്ക് ഓക്കെ എന്നല്ല, ഓൾമോസ്റ്റ് നമുക്കൊരു 75% ഒരു ആക്യുറസി കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതലേ അത് കണ്ടുവരിക. കണ്ടവർ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് പോയി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പഠിച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപയോഗമുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റൂ. സോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ അത് രണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ക്ലിയർ ചെയ്യുക. പിന്നെ ഞാൻ പെട്ടെന്ന് ഓടിച്ച് എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഇട്ടങ്ങ് നീട്ടുന്നില്ല. ഏതെങ്കിലും വീഡിയോ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബേസിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇതിനെപ്പറ്റി ബേസ് പറയുന്ന കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ബാക്കി നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഞാനും അങ്ങനെ ഓവർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആളല്ല. എന്നാലും 10-300 എണ്ണം ഉള്ളതിൽ ഞാനത് ഷോർട്ടാക്കിയിട്ട് വെറും 4-5 ഇൻഡിക്കേറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പോയൊന്ന് ചെക്ക് ചെയ്യാം, ഇതുവരെ ചെക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. തീർന്നതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഇൻട്രാഡേ സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ ഗുണം എന്താണ്, എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം, എവിടെ നമുക്ക് അതിൽ നിന്ന് എൻട്രി എടുക്കാം, എവിടെ എക്സിറ്റ് വയ്ക്കാം, അത്തരത്തിലുള്ള അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേരിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇനി എന്താണ് ആ ഓപ്പണിംഗ് റേഞ്ച് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. സോ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തറിയുമോ? ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്, ഓപ്പണിംഗ് റേഞ്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിനെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നൊരു പോയിന്റ് അല്ലെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു പോയിന്റ്, ഇതാണെന്ന് നമുക്ക് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ആ ഓപ്പണിംഗ് റേഞ്ച് എന്നുള്ളതാണ്, എത്രയാണ് ആ ഓപ്പണിംഗ് റേഞ്ച്, എന്താണ് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിം, അതൊക്കെയാണ് എല്ലാവരുടെയും സംശയം. പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി ഒരു 3-4 സ്ലൈഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ORBയുടെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ, ORB എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ഷോർട്ട് ഫോം ആണ് കേട്ടോ. അപ്പോൾ ഈ ORBയുടെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആദ്യത്തെ 15 മിനിറ്റ് ഒരു ഓപ്പണിംഗ് റേഞ്ചായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, അരമണിക്കൂർ ഓപ്പണിംഗ് റേഞ്ചായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, 1 മണിക്കൂർ ഓപ്പണിംഗ് റേഞ്ചായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, 3 മണിക്കൂർ ഓപ്പണിംഗ് റേഞ്ചായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ അതിനകത്ത് ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കേസാണ്. പിന്നെ ഒരു എന്താ പറയുക, ഈ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം നമുക്കതിൽ നോക്കാം. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് 15-30 മിനിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ CPR-ഉമായിട്ട് ക്ലബ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോഴും 1 hour ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതിനകത്തിട്ട് ഇപ്പം മിക്സപ്പ് ചെയ്യണ്ട. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെ CPR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ORB സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയയിൽ നമുക്ക് നോക്കി വെക്കാം. ഞാൻ ഇന്നലെ അതുപോലെ കുറേ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്തപ്പോഴും ഓക്കെ 15 മിനിറ്റിലും 30 മിനിറ്റിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടുള്ളത്, അല്ലെങ്കിൽ അത് നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ സമയത്ത് എടുത്തുകൂടാ, ഏതൊക്കെ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങാം, ഏതൊക്കെ സമയത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അതിന് മുന്നേ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ,
There is a very popular strategy called ORB, opening range breakout, which intraday traders use to attempt to profit from the day's opening action. ORB is a well-known concept discovered by Toby Crabel. The first hour or half hour of the trading day is the most volatile. This is calling the opening range as bears and bulls battle it out for controlling the day. The volatility creates a price range one can trade from, using it as a basis for the decision making. Okay. അപ്പോൾ ഇതിപ്പോൾ വായിച്ചപ്പോൾ തന്നെ എന്താ മനസ്സിലായി? ORB എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, ORB എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ സ്ട്രാറ്റജി. ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് പറയുന്ന ഇൻട്രാഡേ സ്ട്രാറ്റജി ഇത് കണ്ടുപിടിച്ചത് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ടോബി ക്രാബൽ എന്ന് പറയുന്ന ഒരാളാണ്. അത് നമ്മൾ അറിയേണ്ട വിഷയമേ അല്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് എന്താ? ആദ്യത്തെ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അത് ഓപ്പണിംഗ് റേഞ്ചായിട്ട് എടുത്തിട്ട് അതിന് ബ്രേക്കൗട്ട് ആകുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് പറയുന്ന സ്ട്രാറ്റജി വർക്ക് ആവാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. കാര്യം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അതായത് ഒരു മാർക്കറ്റ് തുടങ്ങുന്നത് 9 മണിക്ക് പ്രീ മാർക്കറ്റ് തുടങ്ങും. പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? 9:15. അപ്പോൾ 9:15 to 9:30 ആണ് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിലെ ട്രേഡ് ടൈം എന്ന് പറയുന്നത്. 9:15 to 9:30. പിന്നെ ഈവനിങ് ആണ്. ഈവനിങ്ങിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മേ ബി 3 o'clock to 3:30 എന്ന് പറയുന്നത് അത്യാവശ്യം വോളറ്റൈൽ ആയിരിക്കും. എന്നാൽ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും നോക്കുമ്പോൾ ആ ഒരു ഓപ്പണിംഗ് ടൈമിൽ 9:15 മുതൽ 9:30 വരെയോ അല്ലെങ്കിൽ ഒരു 9:45 വരെയുള്ള ആ ഒരു പീരീഡാണ് ഏറ്റവും വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ബുൾസും ബേഴ്സും എന്ന് പറയുമ്പോൾ ആരാണ്? ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള അടി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ആ സമയത്ത് നടക്കുന്നത്. ഒരു ക്യാനിൽ കയറാം, ഒരു ക്യാനിൽ ഇറങ്ങാം, പടപടയെന്ന് പറഞ്ഞ് കയറാം, പടപടയെന്ന് പറഞ്ഞ് ഇറങ്ങാം. അപ്പോൾ അതിനിടയിൽ ഈ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ശാന്തമാവും. അപ്പോൾ ഈ ശാന്തമായിട്ട് പിന്നെ ഇത് ഒരു സൈഡിലോട്ട് കയറുമ്പോൾ നമുക്ക് കോമൺ സെൻസിൽ നമുക്ക് എന്താ വിചാരിക്കുക? ഓക്കെ, ആദ്യത്തെ ഒരു അരമണിക്കൂർ ബയ്യേഴ്സും സെല്ലേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയായി. ഇത് കയറ്റണോ ഇറക്കണോ, അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറ്റണോ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇറക്കണോ, അങ്ങനെയുള്ള ഓരോ കൺഫ്യൂഷനിൽ. അപ്പോൾ ആദ്യത്തെ ആ ഒരു കലഹം അങ്ങ് കഴിഞ്ഞു. ആ കലഹം കഴിഞ്ഞിട്ട് ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ വിജയിച്ചു എന്നല്ലേ നമ്മൾ കൂട്ടേണ്ടുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടെ നമുക്ക് വേണമെങ്കിൽ 1-2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇടാം. പക്ഷേ ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് ഓവർ സാധനങ്ങൾ ഇട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കാതെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആ ഒരു സത്ത്. ഈ ഒരു സ്ട്രാറ്റജിയുടെ ആ ഒരു മെയിൻ സത്ത് എന്ന് പറയുന്നതാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റോ അരമണിക്കൂർ എന്ന് പറയുന്നത് അത്രത്തോളം വോളറ്റൈൽ ആയിട്ടുള്ള സമയമാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം, ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പടപടയെന്ന് പറഞ്ഞ് ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അപ്പം ഇത് കഴിഞ്ഞൊന്ന് കൂളാവും. ആ ഒരു സമയം കൂളായി കഴിയുമ്പോൾ ഏത് സൈഡാണോ ബ്രേക്ക് ചെയ്യുന്നത് അത് ഓപ്പണിംഗ് റേഞ്ച് ഏത് വേണമെന്നുള്ള നമുക്കിപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യുമെന്ന് വെച്ചു. ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏത് സൈഡാണോ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് ആ സൈഡിലോട്ട് അന്നത്തെ ദിവസം മൂവ്മെൻറ്റ് നടക്കാനാണ് സാധ്യത കൂടുതൽ. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആദ്യത്തെ വഴക്ക് അവർ തമ്മിലുള്ള ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള അടിയും വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബയ്യേഴ്സ് വിജയിക്കുന്നു, മുകളിലോട്ട് പോകണമെങ്കിൽ. താഴോട്ടാണെങ്കിൽ സെല്ലേഴ്സ് വിജയിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു കോമൺ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി കാര്യം നമുക്ക് വായിക്കാം. ഓക്കെ, ദാണ്ട് ഈ പോയിന്റാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, the highs and lows of this opening time frame are taken as support and resistance, and the basic rule is essentially very simple. Buy when the stock moves above the opening range high, sell when the stock moves below the opening range high. അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ അതൊരു സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട്, ഇൻട്രാഡേയിലെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ട്രീറ്റ് ചെയ്യുക. ആ ഒരു 2 പോയിന്റിനെ, ആ ഒരു ഇനിഷ്യൽ ഓപ്പണിംഗ് റേഞ്ചിനെ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഏത് സ്ഥലമാണോ ബ്രേക്ക് ചെയ്യുന്നത്, സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സെല്ലേഴ്സ്, റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ബയ്യേഴ്സ്. അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വെൻ ദ സ്റ്റോക്ക് മൂവ്സ് എബോവ് ദ ഓപ്പണിംഗ് റേഞ്ച് ഹൈ, അതായത് അത് അത്രയും മാത്രം പറഞ്ഞപ്പോഴാണ് ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്ത് അതിനൊരു ക്ലോസ് കിട്ടണം. അല്ലാതെ ചുമ്മാ ഒരു വിക്ക് ഇങ്ങനെ പോയിട്ട് വന്നാൽ പോരാ. വിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു വര, ക്യാൻഡിലിൻ്റെ മുകളിലും താഴെ ഒരു വരയില്ല, അതിന് വിക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ബാക്കി പിന്നെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടുത്തെ പോസിബിൾ ജനറൽ റൂൾ എന്തൊക്കെയാണ്? ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്താണ്? ഒരുപാട് റൂൾസ് ഒന്നുമില്ല. മെയിനായിട്ടുള്ള റൂൾ എന്താണ്? ഞാൻ അവിടെ റെഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അത് മാത്രം ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത്. എന്നാലും യൂസ് ഓഫ് ദ 5 മിനിറ്റ് ക്യാൻഡിൽ, എപ്പോഴും ഈ ഒരു ഇതിന് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ യൂസ് ചെയ്യുക. എൻട്രി ഇൻ എ ട്രേഡ് കുഡ് ബി മെയ്ഡ് ഓൺ ദ ക്ലോസ് ഓഫ് ദ 5 മിനിറ്റ് ക്യാൻഡിൽ outside the opening range accompanied by volume confirmation. Okay, that is the breakout candle should ഷോ ഇൻക്രീസ് ഇൻ വോളിയം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി?
സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുന്നത്, ആ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുമ്പോൾ അതൊരു നല്ല വോളിയത്തിലാണ് ക്ലോസ് ആവുന്നതെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള, ഇപ്പം മുകളിലോട്ടാണെങ്കിൽ നല്ല ബയ്യേഴ്സിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് നല്ല വോളിയത്തോട് കൂടിയുള്ള ഒരു ക്ലോസ് ആണ് ആ ക്യാൻഡിലെങ്കിൽ, വിച്ച് ഈസ് ഹൈ പ്രോബബിലിറ്റി ആണ് ആ സൈഡിലോട്ട് മൂവ് ആവാൻ. സോ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അയ്യോ ഇത് എവിടെ വെച്ച് എടുക്കേണ്ടുള്ളത്, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടുള്ളത്, അത് നമ്മൾ താഴോട്ട് പറയൂ. ഇനി ആ ഒന്നാമത്തെ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാണ്. ഏത് റേഞ്ചാണോ ബ്രേക്ക് ആവുന്നത്, ഓപ്പണിംഗ് റേഞ്ചിൽ അതിൻ്റെ റെസിസ്റ്റൻറ്റ് ലെവലാണോ, അതായത് മുകളിലത്തെ റേഞ്ചാണോ താഴത്തെ റേഞ്ചാണോ, ഏത് റേഞ്ച് ബ്രേക്ക് ആയാലും ആ ബ്രേക്കായി ക്ലോസ് ആവുന്ന ആ ഒരു ക്യാൻഡിൽ വളരെ വോളിയം കൂടുതലുള്ള, നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ ബയ്യോ സെല്ലോ ചെയ്തൊരു ക്യാൻഡിലായിരിക്കണം അത്. അതാണ് ആ ഒരു വോളിയം നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടാണ് നടക്കുന്നതെങ്കിൽ വിച്ച് ഈസ് ഹൈ പ്രോബബിലിറ്റി. ഓക്കെ, അടുത്തത് പോസിബിൾ റൂൾസ് ഫോർ ബൈ. അതായത് ഇപ്പം നമുക്ക് ബൈ ചെയ്യാനാണെങ്കിൽ, ബൈ ചെയ്യാനാണെങ്കിൽ സ്റ്റോക്ക് ഷുഡ് ബി ട്രേഡിംഗ്. ഇപ്പം ഞാൻ ഈ രണ്ട് കൊടുത്തേക്കുന്നത് ബ്ലാക്കിലും ഈ നടുക്കത്തെ റെഡിലും കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിച്ച് ഈസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ കാര്യത്തിന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ബൈ വെൻ ദ 5 minute ക്യാൻഡിൽ ക്ലോസസ് എബോവ് ദ ഓപ്പണിംഗ് റേഞ്ച്. അതാണ് മെയിൻ സംഭവം. പക്ഷേ ഇതൊക്കെ അതിന് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. സഹനടന്മാരെന്ന് പറയത്തില്ലേ, ഇവനാണ് നടൻ എന്ന് പറയുന്നത്. ഈ 5 മിനിറ്റിൻ്റെ ക്ലോസ് ആവുന്ന ക്യാൻഡിലാണ് നടൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ ഉറപ്പിക്കാം. എന്നാൽ ഇവന്മാരെ ഒരു സഹനടനായിട്ട് കൂട്ടുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്? സ്റ്റോക്ക് ഷുഡ് ബി ട്രേഡിംഗ് എബോവ് ദ 20 EMA. ഓക്കെ, അതായത് 20 എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത്, അല്ല ബ്രേക്കൗട്ടിന് മുന്നേ തന്നെ 20 EMAയുടെ മുകളിലായിരിക്കണം സ്റ്റോക്ക് എന്ന് പറയുന്നത്, സ്റ്റോക്കിൻ്റെ പ്രൈസ്. രണ്ടാമത് ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് 5 EMA, അതായത് 5 എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ലൈൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് റേഞ്ചിൻ്റെ മുകളിലായിരിക്കണം. സോ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതുപോലെ സെല്ലും. ഓക്കെ, അപ്പോൾ ഞാൻ ബൈയുടെ എവിടെ എഴുതുമ്പോൾ സെൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാന്നേ ഉള്ളൂ. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. അതിന് മെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഇവൻ തന്നെയാണ് മെയിൻ ആളെന്ന് പറയുന്നത്. നിങ്ങൾ അതാണ് ചിന്തിക്കാനുള്ള. ബാക്കി 2 സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. ഓക്കെ, അടുത്തത് എവിടെ വെച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം? ഓക്കെ, വെൻ ദ 5 minute ക്യാൻഡിൽ ക്ലോസസ് ബിലോ ദ 20 EMA ഇൻ കേസ് ഓഫ് ലോങ് ആൻഡ് വൈസ് വേഴ്സ ഫുൾ സെൽ. ഓക്കെ, അത് വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ബൈയുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെല്ലിൽ. ഓക്കെ, ഇപ്പം എന്താണ് ഈ പറയുന്നത്? എവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം? അതായത് ലോസിലോട്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്, നമ്മളിലുള്ള പ്രോഫിറ്റ് എവിടെ വെച്ച് ബുക്ക് ചെയ്യണം. അതായത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എപ്പോഴാണോ 20 EMAയുടെ താഴെ ക്ലോസ് ചെയ്യുന്നത് ആ സ്പോട്ടിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കണം. ഇത് ബൈ സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. നേരെ എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് സെൽ സൈഡിലോട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് എവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളിത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു തിയറി ആയിട്ട് ഞാൻ പറഞ്ഞു പോകണമെന്ന് വിചാരിക്കേണ്ട. ഇതെല്ലാം നമ്മൾ ഇനി ചാർട്ടിൽ കാണിക്കും. സ്റ്റോപ്പ് ദ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് കുഡ് ബി കെപ്റ്റ് ആസ് ദ ലോ ഓഫ് ദ ഓപ്പണിംഗ് റേഞ്ച്. എപ്പോഴും ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഏറ്റവും ലോ, അതാണ് ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കണക്കാൻ ഒരു ബ്രേക്കൗട്ട് നടന്നു, അവിടുന്ന് നമ്മൾ ബൈ എടുത്തു, നമുക്ക് പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പിന്നെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ നിൽക്കരുത്. പതുക്കെ അത് കയറ്റുക. ആദ്യം കുഡ് ബി അറ്റ് ദ 20 EMA, ആദ്യം 20 EMA ലെവലിൻ്റെ അടുത്ത് അത് ഈ ഓപ്പണിംഗ് ലോയിൽ നിന്ന് മാറ്റി അങ്ങ് 20 EMA ലെവലിലോട്ട് ആക്കുക. അതായത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ അവിടെ ആക്കുക. എന്നിട്ട് എ ക്ലോസ് ഓഫ് 5 minute ക്യാൻഡിൽ ബിലോ 20 EMA കൺഫേംസ് എക്സിറ്റ്. അതായത് നമ്മളിവിടെ പറഞ്ഞ സെയിം കാര്യം, അത്രയേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. അതിനകത്ത് മെയിൻ ബേസിക്കായുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ ബ്രേക്കൗട്ട് തന്നെയാണ്. ബാക്കിയെല്ലാം പിന്നത്തെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു അഡീഷണൽ കണ്ടീഷനായിട്ട് വരുന്ന കാര്യങ്ങൾ വേണ്ട. ഇതിൽ നമുക്ക് പോയി ചാർട്ട് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചാർട്ട് എടുത്തത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് പ്ലാറ്റ്ഫോം ആട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് ഏരിയ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ഇവിടെ താഴെ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇന്നലത്തെ ഒരു ലെവൽ നോക്കി ORB സ്ട്രാറ്റജി പ്രകാരം ബ്രേക്കൗട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഡീറ്റെയിൽ എടുക്കാം. ഞാൻ ഇന്നലെയാണ് ഇതെല്ലാം നോക്കി വെച്ചത്, റെഡിയാക്കി വെച്ചത്. അതുകൊണ്ടാണ് ഇന്നലത്തെ ഡീറ്റെയിൽ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ലൈവ് റണ്ണിങ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നോക്കേ, ഇതിൻ്റെ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്?
ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ഒരു 15 മിനിറ്റോ ഇല്ലേ അരമണിക്കൂർ എടുത്ത്, നമുക്ക് 15 മിനിറ്റ് തന്നെ എടുക്കാം. ആദ്യത്തെ 15 മിനിറ്റ് സത്യത്തിൽ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ അത്യാവശ്യം നല്ലൊരു വോളറ്റിലിറ്റിയും കുറയും. എന്നാലും നമുക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ്, ആദ്യത്തെ 3 ക്യാൻഡിൽ. ഓക്കെ, ആദ്യത്തെ 3 ക്യാൻഡിലിൻ്റെ ഹൈ ഏതാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ്. ആദ്യത്തെ 3 ക്യാൻഡിലിൻ്റെ ലോ ഏതാണ്? ഇതാണ്. ഓക്കെ, ഞാൻ ഒന്ന് സൂം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ്ടേ ആദ്യത്തെ 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത്, അതായത് 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ് 9:30 ആയി കഴിഞ്ഞു. 9:30 ആയപ്പോൾ, അല്ലെ 9:45 ആയാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ അരമണിക്കൂർ തന്നെ നിങ്ങൾ എടുത്തു. ഇതാണ്ടേ ഇവിടം വരെ, ഇതാകുമ്പോൾ 9:30. ആദ്യത്തെ 6 ക്യാൻഡിൽ 1, 2, 3, 4, 5, 6 ഈ 6 ക്യാൻഡിലാകുമ്പോൾ 9:45 9:15 മാർക്കറ്റ് തുറക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണോ ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എന്നല്ല, ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളിയം കൂടെ നോക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് വോളിയവും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. വോളിയം ചാർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വോളിയം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കമ്പാരിറ്റീവ്ലി ഇവിടെയൊക്കെ ഉള്ള വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്രേക്കൗട്ട് നടന്നേക്കുന്ന ക്യാൻഡിലിൻ്റെ വോളിയം നോക്കേ, അത്യാവശ്യം നല്ല വോളിയമാണ്. കൂടാത്തതിന് താണ്ട് ഇവിടുന്ന് പെട്ട പിന്നെ വോളിയം കയറി വരുന്നു. അതായത് ഓപ്പണിംഗ് റേഞ്ച് നല്ലൊരു കൺസോൾട്ടേഷന് ശേഷം ബ്രേക്കൗട്ടായി അവിടുന്ന് നല്ല രീതിയിൽ സ്റ്റോക്ക് കയറിപ്പോയി. 1936 അത് ബ്രേക്കൗട്ട് ആവുന്നത്. അത് എത്ര വരെ പോയെന്ന് നിങ്ങളൊന്ന് നോക്കേ, 2252. ഓൾമോസ്റ്റ് എത്രയാണ്? 200 പോയിന്റ്, ഓൾമോസ്റ്റ് 220 പോയിന്റ് ആണ് അത് ബ്രേക്കൗട്ടായി കയറിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ORBയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അടുത്തത് നോക്കാം. ഓക്കെ, ഇത് നോക്കേ, ആദ്യത്തെ 3/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതാണ്ട് ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 6 ക്യാൻഡിൽ, അതിൻ്റെ ഹൈ ഇതാണ്ടേ. ഓക്കെ, എന്നിട്ട് അതുപോലെ അതിൻ്റെ ലോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല? കാര്യം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസ് കിട്ടിയില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ എല്ലാം തണ്ട അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ക്ലോസ് ആയി. പക്ഷെ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വോളിയം ഉണ്ടോ നിങ്ങളൊന്ന് നോക്കേ, ഇല്ല. എപ്പോഴാണോ ഒരു ക്യാൻഡിൽ നല്ല വോളിയം, നിങ്ങൾ നോക്കി ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം വോളിയത്തിൽ നല്ല രീതിയിൽ ആ ഒരു പോയിന്റ് ബ്രേക്കായി കയറുന്നത്, അവിടെ വെച്ച് നമുക്ക് ബൈ എടുക്കാം. നോക്കേ, അതിനുശേഷം വീണ്ടും അത് കയറി. ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുത്താൽ പോലും 1392, നിങ്ങൾ റൈറ്റ് സൈഡ് ബ്ലാക്കിൽ നിങ്ങൾക്ക് കാണാം. അവിടുന്ന് എൻട്രി എടുത്താൽ പോലും 1480, വിച്ച് മീൻസ് 90 പോയിന്റ്സ് നമുക്ക് അവിടുന്ന് നമുക്ക് സ്കോർ ചെയ്യാമായിരുന്നു. പോട്ടെ, അതും പോട്ടെ, അടുത്ത് നോക്കാം. ഇതാണ്ടേ, ഇതാണ് അടുത്ത ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് റേഞ്ച് ഇതാണ്ട് ഈ ക്യാൻഡിൽ ഇവിടാണ്. ഇതിൻ്റെ വിക്ക് ഇങ്ങ് വരെ ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഹൈ അത് തന്നെയാണ്, ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ലോ ഇത് തന്നെയാണ്. സോ ഓക്കെ, ഇതാണ്ടേ എപ്പോഴാണോ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയത്, കൂടാതെ തന്നെ അത് അത്യാവശ്യം മാന്യമായിട്ട് വോളിയം ഉള്ളൊരു ക്യാൻഡിലാണ്, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം. അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാം. നോക്കേ, പിന്നെ നമുക്ക് പവർ ക്യാൻഡിലാണ് കിട്ടുന്നത്. 843 ഇത് ബ്രേക്കൗട്ടായി ക്ലോസ് ആവുന്നത്. ഒറ്റ ക്യാൻഡിലിൽ തന്നെ 861. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നോക്കേ, ORB സ്ട്രാറ്റജിയുടെ ആ ഒരു പവർഫുൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇതെന്താ ഞാൻ എടുക്കുന്ന എല്ലാ ഇതും അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ എടുക്കുന്ന എല്ലാം അങ്ങനെ വർക്ക് ചെയ്യുന്നതല്ല. ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന ആ സ്ക്രീനർ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പം എന്താണോ ORB സാറ്റിസ്ഫൈ നിൽക്കുന്ന സ്റ്റോക്സ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ രാവിലെ തന്നെ നമ്മളെ സ്റ്റോക്കിലോട്ട് ഇങ്ങനെ കറൻ്റ്ലി. പക്ഷേ ഇതിനകത്തുള്ള ഒരേ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചാർട്ടിങ്ങിൻ്റെ ടൈം ഫ്രീ വെർഷനിൽ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് താമസിച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അവരുടെ പ്രോ വെർഷൻ എടുക്കുവാണെങ്കിൽ, അതായത് ചാർജ് ചെയ്ത് മന്ത്ലി സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷനോ ഏതെങ്കിലും ഒന്ന് എടുക്കുവാണെങ്കിൽ
ആക്യുറേറ്റ് ആയിട്ട് ഇപ്പം നടക്കുന്ന സ്റ്റോക്കിൻ്റെ വില തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന മൂവ്മെൻറ്റ് തന്നെ കാണാൻ പറ്റും. പക്ഷേ ചാർട്ടിങ്ങിൻ്റെ ഫ്രീ വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ORB സ്ട്രാറ്റജി അതിനകത്ത് സാറ്റിസ്ഫൈ ആവുന്ന സ്റ്റോക്ക് എടുത്ത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെയോ അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലേ? അപ്പോൾ ഇനി അതും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തന്നിട്ട് ഞാൻ ഈ ബാക്കിയുള്ള സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ്, ഇത് എവിടെ നിന്ന് നമുക്ക് ഈ സ്റ്റോക്കൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അതിനുശേഷമല്ലേ നമ്മൾ എൻട്രി എടുക്കുന്ന എക്സിറ്റ് ചെയ്യുന്ന കാര്യം. സോ അതിന് ചാർട്ടിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക്, നമ്മളെ ഈ ഒരു ചാർട്ടിങ്ങിൻ്റെ ORB സ്ട്രാറ്റജി നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. ഗൂഗിളിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്ന പേജ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ താണ്ടെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇത് ഓൾറെഡി താണ്ടെ ഈ കണ്ടീഷൻ എല്ലാം ഓൾറെഡി കൊടുത്തു വെച്ചേക്കാം. നമ്മുടെ ORB ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്ലോസ് ഗ്രേറ്റർ ദാൻ, അതായത് കണ്ടീഷൻസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ തന്നെ റൺ സ്കാൻ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഏതാണോ ORB സ്ട്രാറ്റജി സാറ്റിസ്ഫൈ, ഇത് നോക്കേ, ഇതിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ 2:23 ആയതേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ലൈവ് റണ്ണിങ് ആണ്, ഞാനിപ്പോൾ നോക്കിയാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പീരീഡ് കൊടുക്കേണ്ടുള്ള 1 ഡേ ആണ്, റേഞ്ച് കൊടുക്കേണ്ടുള്ളത് 5 മിനിറ്റ് ആണ്. എന്നിട്ട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് അപ്ഡേറ്റ് ചാർട്ട് കൊടുക്കുക. അപ്ഡേറ്റ് ചാർട്ട് കൊടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടി. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ അരമണിക്കൂർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. 1 2 3 4 5 6. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ അരമണിക്കൂർ. അപ്പം ആദ്യത്തെ അരമണിക്കൂറിലെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഇതാണ്, ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഏറ്റവും ലോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ക്ലോസ് കിട്ടുന്നത്, അത് അത്യാവശ്യം വോളിയം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കേ, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുന്നത് ഇവിടാണ്, അത് അത്യാവശ്യം മാന്യമായുള്ള വോളിയവും ഉണ്ട്. നമുക്ക് അവിടെ വെച്ച് ഒരു ബൈ എടുക്കാം. പക്ഷേ ഈ ബൈ എടുത്തിട്ട് നിങ്ങൾ ആലോചിക്കും, ഏതാണ്ട് ഇങ്ങനെ ഇത് ഇറങ്ങി വന്നല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നാൽ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വൈഡ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ ഒരുപാട് നഷ്ടം വരണ്ടെങ്കിൽ നിങ്ങൾ എന്താ വേണം, പൊസിഷൻ സൈസിങ് കൃത്യമായിട്ട് ചെയ്യുക. അത് നമ്മൾ മുന്നോട്ട് പറയാം. എന്നിട്ട് ഇത് നിങ്ങളെ സ്റ്റോപ്പ് ലോസിൽ എവിടെയും വന്ന് തട്ടിയില്ല, തിരിച്ച് നേരെ കയറി അതങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇപ്പം ലൈവ് റണ്ണിങ് ആണ് അതിപ്പോഴും. പക്ഷേ ഇപ്പം അത് 508 ആണ് ഇതിനകത്ത് ചാർട്ടിങ്ങിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു 5 മിനിറ്റ് താമസമായിരിക്കും. അതായത് നമുക്കിപ്പോഴത്തെ ലൈവ് ഇത് പോയി നോക്കാമല്ലോ. ഇത് ഏതായിരുന്നു സ്റ്റോക്ക്, ഏതായിരുന്നു, അസാഹി. ഓക്കെ, ഇതാണ്ടേ ഞാനിപ്പോൾ ആ ക്യാൻഡിൽ വന്ന് നോക്കുമ്പോൾ കണ്ടോ. ഇനി നമ്മൾ മറ്റേ ചാർട്ട് എടുത്ത് നോക്കേ, അവിടെ ഈ ക്യാൻഡിൽ നടക്കുന്നതേ ഉള്ളൂ, ഇവിടെ നമുക്ക് തൊട്ടടുത്ത ക്യാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം ഒരിക്കലും ചാർട്ടിങ്ങിൽ വെയിറ്റ് ചെയ്തിരിക്കരുത്. ചാർട്ടിങ്ങിൽ നമ്മൾ പോയി ഏത് സ്റ്റോക്കൊക്കെയാണോ ഉള്ളത് ആ സ്റ്റോക്ക് നേരെ വന്ന് നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് അടുത്തതാണ്ട് ചുമ്മാ നോക്കാം. നിങ്ങൾ ഒരു മെനക്കെടുത്തുമില്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട. നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഈ ഒരൊറ്റ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ORB സ്ട്രാറ്റജി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് നമുക്ക് കിട്ടും. അപ്പം ഇന്നത്തെ ദിവസം തുടങ്ങിയേക്കുന്നത് ദാണ്ട് ഇവിടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആദ്യത്തെ അരമണിക്കൂർ ഏതാ, 1 2 3 4 5 6. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ദാണ്ടേ 30 നവംബർ ഇവിടാണ് തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. അതാ ഇവിടെ ഇത് ക്ലോസ് ആയിട്ടുണ്ട്, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ആയി ക്ലോസ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതാ മുമ്പോട്ടുള്ള സ്ലൈഡിൽ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായി. ഈ സ്ക്രീനറിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ORB സ്ട്രാറ്റജീസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അഡീഷണൽ കണ്ടീഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കുക. ദ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ഈസ് എബോവ് previous day high for buy while the opening range breakout is below previous day low for sell. Okay,
പ്രീവിയസ് ഡേയുടെ ഡീറ്റെയിലും കൂടെ നോക്കുന്ന കാര്യമാണ് പറയുന്നത്. അഡീഷണൽ കണ്ടീഷനിൽ എപ്പോഴും അത് നല്ലതാണ്, പക്ഷേ അത് അത്ര നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അത് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പം ഒന്ന് നോക്കുക, തൊട്ടടുത്ത വല്ലതും ആണെങ്കിൽ നിങ്ങൾ അതും കൂടെ മാനിക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ പ്രീവിയസ് ഡേയുടെ ഹൈയോ അല്ലെങ്കിൽ തൊട്ട് താഴെ പ്രീവിയസ് ഡേയുടെ ലോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് റെസ്പെക്ട് ചെയ്യുക. അല്ല നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കണ്ടീഷൻസും കൂടെ നിങ്ങൾ മെയിനായിട്ട് ഒന്നാമത് ഞാൻ കൊടുത്തേക്കുന്ന കാര്യം എന്താ, ഡിസിപ്ലിൻ ആൻഡ് പൊസിഷൻ സൈസിങ്. ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. നമ്മുടെ ലോസ് ലിമിറ്റ് ആക്കിയിട്ടുള്ള പരിപാടി മതി. അപ്പോൾ ഈ ഇങ്ങനെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലോ അല്ലേ നമ്മൾ കൊടുക്കേണ്ടുള്ളത്. അപ്പം അവിടെ പൊസിഷൻ സൈസിങ് 0.5% ഒന്ന് കൊടുക്കാൻ നിൽക്കാതെ എത്രയാണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് അതിനെ നമ്മുടെ ക്യാപിറ്റൽ കൊണ്ട് ഭാഗിക്കുക. അപ്പം നമുക്ക് എത്ര ഇത് എടുക്കണമെന്നുള്ളത് കിട്ടും, എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നുള്ളത് കിട്ടും. പിന്നെ അതുപോലെ ഓവറോൾ മാർക്കറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ട്രേഡ്. ഓക്കെ, അത് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുന്നു, നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് തൻ്റെ ബ്രേക്കൗട്ടായി നമുക്ക് മുകളിലോട്ട് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസത്തെ നിഫ്റ്റിയുടെയും അതിൻ്റെ സെക്ടർ ഏതാണ്, നിഫ്റ്റി ഓട്ടോ ആണ്, ഓട്ടോമോട്ടീവ് സെക്ടർ എന്ന് പറയുന്നതാണ്, അതിൽ വരുന്നതാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പം സെക്ടർ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ ആണ്. അപ്പോൾ നിഫ്റ്റിയും നിഫ്റ്റി ഓട്ടോയും മുകളിലോട്ട് തന്നെ ആണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. മനസ്സിലായോ? അല്ലാതെ പൊതുവേ ഉള്ള മാർക്കറ്റിൻ്റെ ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് പോയി, അതായത് പൊതുവേ അന്നത്തെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾ പോയി അവിടെ പോയി ടാറ്റ മോട്ടോഴ്സിൽ ബൈ ചെയ്യാൻ നിൽക്കരുത്. സോ മാർക്കറ്റിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക. അടുത്ത പോയിന്റ്, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ബ്രീഫ് പീരീഡ് ഓഫ് കൺസോൾട്ടേഷൻ. ഓക്കെ, നമുക്ക് ഓപ്പണിങ്ങിൽ ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അത് കൺസോൾട്ടേറ്റ് ആയിട്ട് ബ്രേക്കൗട്ട് ആവുന്നതായിരിക്കും ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത്. അല്ലാതെ ഓപ്പണിംഗ് റേഞ്ച് ആദ്യത്തെ 6 ക്യാൻഡിൽ 7ാമത്തെ ക്യാൻഡിൽ തന്നെ ബ്രേക്കൗട്ടായി അവിടെ നിന്ന് കയറി പോകുമ്പോൾ അത് അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ഓക്കെ, അടുത്തത് ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പിവട്സ്. ഓക്കെ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഈ പിവട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPRൽ വരുന്ന സെൻട്രൽ പിവട്ട് റേഞ്ചിൽ വരുന്ന അണ്ണനാണ് മെയിനായിട്ട് പിവട്ടിൻ്റെ കിങ് എന്ന് പറയുന്നത്. അതിനകത്ത് പിവട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ അപ്സ്റ്റോക്സിൽ പോയി ചാർട്ടിൽ പോയിട്ട് വെറുതെ നിങ്ങൾ പിവട്ട് പോയിന്റ്സ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് പിവട്ട് പോയിന്റ് കിട്ടും. അതിനകത്ത് ഓരോ പിവട്ട് പോയിന്റും എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസിൽ നമ്മൾ അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ടൊരു സീരീസ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിവട്ടിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചാർട്ടിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ട് നിങ്ങളിപ്പോൾ നോക്കുക, ഇതൊക്കെ ഓരോ പിവട്ടാണ്. ഇതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാർട്ടിലെ വീക്ക്ലി പിവട്ടാണ്, ഇത് എൻ്റെ ചാർട്ടിലെ ഡെയിലി പിവട്ടാണ്. ഇതൊക്കെ ഓരോ ദിവസത്തെയും പിവട്ടിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. പിന്നെ ഇതുപോലെ മന്ത്ലി പിവട്ട് വരും. ഇതാണ്ട് ഈ നീലയിൽ കാണുന്നതാണ് എൻ്റെ മന്ത്ലി പിവട്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പിവട്ടിന് പ്രാധാന്യം നൽകുക. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തു, ഓക്കെ, ഇവിടുന്ന് നമ്മളെ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ആയില്ല, ഇങ്ങനെ കയറി പോയി ഇതാ ഇവിടെയൊക്കെ എത്തത്തില്ലേ. അപ്പോൾ നമ്മൾ സത്യത്തിൽ എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഇത്രയും പവർഫുൾ ആയാൽ നമ്മൾ നോക്കണ്ട, ഇവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാൻ ഹൈലി ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും പിവട്ടിന് പ്രാധാന്യം നൽകി നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് കൂടാതെ വേറെ എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻറ്റോ ഇന്നലത്തെ മിനിങ്ങാനത്തേക്ക് ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇൻട്രാഡേയിൽ ഏത് ടൈം ഫ്രെയിമിൽ എത്ര സമയം വരെ ബാക്കിലോട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കണമെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് കണ്ടിട്ട് വരിക. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള പോയിന്റാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റായിട്ട് ഞാനിവിടെ എഴുതിയേക്കുന്നു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നേ. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ട്രേഡ് എടുക്കത്തില്ല നിങ്ങളടുത്ത് പറഞ്ഞു, അതിൻ്റെ റീസൺ നിങ്ങൾക്ക് തന്നെ നോക്കാം. ഇഫ് ദ ഓപ്പണിംഗ് റേഞ്ച് ഈസ് ടു വൈഡ്, ബെറ്റർ ഡു നോട്ട് ട്രേഡ് ORB സിൻസ് ദ സ്റ്റോപ്സ് വിൽ ബി വെരി ഫാർ ഇൻ ദ സിസ്റ്റം. ഓപ്പണിംഗ് റേഞ്ച് ആദ്യത്തെ അരമണിക്കൂറാണെന്ന് മനസ്സിലായി. ഈ ഓപ്പണിംഗ് റേഞ്ചിൽ ഭയങ്കരമായിട്ടുള്ള വിട്ടായി പോയെങ്കിൽ, അതായത് പടപടയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 5-6 ക്യാൻഡിലിൽ തന്നെ അത് നല്ല മൂവ്മെൻ്റ് അങ്ങ് നടത്തി ആ സ്റ്റോക്ക്, അപ്പോൾ പിന്നെ അവിടെ ഒരിക്കലും ORB കയറി ചെയ്യാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോയാണ്. അപ്പോൾ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി പോകും. സോ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ വൈഡ് ഓപ്പണിംഗ് റേഞ്ച് വരുന്ന ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക. രണ്ടാമത് നമുക്ക് അതിൽ പോയി വായിക്കാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ ORB സ്ട്രാറ്റജി ഒഴിവാക്കുക. ഓക്കെ, അത് ഇവിടെ പറയുന്നുണ്ട്, അവോയ്ഡ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ഇൻ കേസ് ഓഫ് എ ഹെവി ന്യൂസ് ഫ്ലോ ഡേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ശേഷം ഞാൻ പറയുന്നത് സ്ട്രാറ്റജി ഈസ് എസെൻഷ്യലി എ സിമ്പിൾ വൺ. സോ ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ് ഇറ്റ് ബൈ ആഡിങ് ടു മെനി ഇൻഡിക്കേറ്റേഴ്സ്. യൂസ് യുവർ ഷോർട്ട് ലിസ്റ്റഡ് സ്റ്റോക്സ് ആൻഡ് ഫോക്കസ് ഓൺലി ഓൺ ദോസ്
ഫോർ ദി ഡേ. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല, നിങ്ങൾ പ്രണയിക്കുന്ന കുറച്ച് സ്റ്റോക്ക് കാണണം. എപ്പോഴും നിങ്ങളുടെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക. ആ വാച്ച് ലിസ്റ്റിലുള്ള ഏതെങ്കിലും സ്റ്റോക്ക് ഈ ഒരു പറഞ്ഞ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കുക. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, നമ്മുടെ സ്ക്രീനറുണ്ട്, ആ സ്ക്രീനറിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ഇത് പടപടയെന്ന് പറഞ്ഞ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ORB സ്ട്രാറ്റജി ഇപ്പോൾ ഫുൾഫിൽ ചെയ്ത് നിൽപ്പുണ്ട്, ഇനി നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മതി എന്നുള്ളത്. ORB സ്ട്രാറ്റജിയിൽ പറയുന്നത് ആദ്യത്തെ 15 മിനിറ്റ് ആ ഒരു ലോയും ഹൈയും പിന്നെ EMA എല്ലാം കൂടെ ബേസ് ചെയ്തുള്ള ഒരു കണ്ടീഷൻസ് ആണ് അവർ കൊടുത്തേക്കുന്നത്. നമുക്കത് കിട്ടിയാൽ മതിയല്ലോ. എപ്പോൾ അവിടെ ബ്രേക്കൗട്ടായി കിട്ടുന്നു ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. പിവോട്ടൊക്കെ നമ്മൾ വളരെ മാനിക്കുക. അതുപോലെ മൂവിങ് ആവറേജിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ബാക്കിൽ പോയി ക്ലിയർ ആയിട്ട് അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ കണ്ണും പൂട്ടി ഓക്കെ ORB സ്ട്രാറ്റജി പറഞ്ഞു ഇതാണ്ട് ഹൈ ബ്രേക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയില്ലേ, ഇത് സിമ്പിളാണ്, ഇതിനകത്ത് ഓവർ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് ക്ലബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലബ് ചെയ്ത് നോക്കുക. RSI ഒക്കെ അത്യാവശ്യം നല്ല സാധനമാണ്. എന്നാലും ഞാൻ എപ്പോഴും പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് എനിക്കിഷ്ടം. അതിലേറ്റവും സൂപ്പറാണ് പിവട്ട് പോയിന്റ്. അതുകൊണ്ട് പിവട്ട് പോയിന്റ് നിങ്ങൾ മാനിക്കുക, മൂവിങ് ആവറേജിനെ മാനിക്കുക. ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് വരുന്ന സിമ്പിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതിനെ നിങ്ങൾ മാനിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അഥവാ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ ഓവറാണ്. ഇത്തരം കാര്യങ്ങളൊന്നും അറിയണ്ട. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? നമ്മുടെ ആദ്യത്തെ 30 മിനിറ്റ് എടുക്കുക. ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും അടികൂടുന്ന സമയമാണ്. ആ സമയത്ത് അടികൂടിയതിന് ശേഷം ഏത് സൈഡിലോട്ടാണോ നല്ലൊരു ക്യാൻഡിൽ നല്ല വോളിയത്തോടെ ക്ലോസ് കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ ബൈ എടുക്കുക. 20 മൂവിങ് ആവറേജും 5 മൂവിങ് ആവറേജും ഏതൊക്കെ പൊസിഷനിലാണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിവട്ട് പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോ ആയിരിക്കും. എപ്പോഴെങ്കിലും നല്ലൊരു ട്രെൻഡിങ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോയിൽ നിന്ന് നേരെ മാറ്റി 20 EMA താഴെ കൊണ്ട് വയ്ക്കുക. 20 EMA താഴെ എപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നു അപ്പോഴേ നമ്മൾ ട്രേഡിങ് എക്സിറ്റ് ആവുക. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺക്ലൂഷൻസ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.